ഗായ്സ്, അപ്പോൾ നമ്മുടെ ടെമ്പിൾ ഡേറ്റ് വീഡിയോ ഉണ്ട്, പാർട്ട് 2 ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ കുറേ കഷ്ടപ്പാടുകളും അതുപോലെ ചിരിയും കളിയും തമാശയും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ പാർട്ട് 1-ൽ. അപ്പോൾ അത്രയേറെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ ആറ്റുകാലിൽ എത്തിയത്. ആൻഡ് സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയ കഥയാണ് പറയുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആൻഡ് ഇവിടെ കയറണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട് കേട്ടോ. നമ്മുടെ കൈവശമുള്ള എല്ലാ സാധനങ്ങളും ആ പുറത്തുള്ള കൗണ്ടറിൽ സൂക്ഷിക്കണം. അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ സാരിയോ സ്കേർട്ടോ ആയിരിക്കണം വേഷം. അതുപോലെ ചുരിദാറൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഒരു മുണ്ടൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടായിരിക്കും പോവേണ്ടത് കേട്ടോ. അതുപോലെ പുരുഷന്മാരാണെങ്കിലും മുണ്ട് നേരിയതും ആയിരിക്കണം വേഷം കേട്ടോ. പാൻറ് ഷർട്ടൊന്നും അവിടെ അലൗഡ് അല്ല. അതുപോലെ കുറേ സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റുക. അപ്പോൾ നമ്മുടെ സാധനങ്ങൾ അവിടെ കൗണ്ടറിൽ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ പേ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൈവശം ഇരുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ അവിടെ ഏൽപ്പിച്ചു. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 70 രൂപയോളം ആയി. നമ്മുടെ എല്ലാവരുടെയും കൂടി ഫോണും ബാഗും അതുപോലെ 2 കുടയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ സൂക്ഷിച്ചിട്ട് നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കേട്ടോ. ഉള്ളിലേക്ക് കയറാൻ തന്നെ ഭയങ്കര വലിയ ഒരു സെക്യൂരിറ്റി ചെക്കപ്പ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഉള്ളിലേക്ക് കയറ്റുന്നത് തന്നെ കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അതൊരു വേറൊരു ലോകം പോലെ. ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ കാണുന്ന ഓരോ കൽപ്പണികളായാലും അല്ലെങ്കിൽ ആ ഓരോ കാഴ്ചകളും എന്നെ ഭയങ്കരമായിട്ട് എന്നിൽ കൗതുകം നിറച്ചു എന്ന് വേണം പറയാൻ. എനിക്കത് അറിയില്ല എങ്ങനെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ്ട്. നമ്മൾ ചെല്ലുന്ന ആ ഒരു സമയം അവിടെ ഉത്സവം നടക്കുകയാണ് കേട്ടോ. പൈങ്കുനി ഉത്സവം എന്നാണ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് അറിയപ്പെടുക. അപ്പോൾ ആ സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് പിരിമന വിഷമാണ്. എന്തായാലും നമുക്ക് ക്യൂ ഒക്കെ നിന്നിട്ട് കണ്ടിട്ട് ഇറങ്ങുമ്പോൾ കുറച്ചധികം സമയമാവും. അതുകൊണ്ട് തന്നെ വീട്ടിലത് അത്രയും ലേറ്റ് ആയി കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. അതുകൊണ്ട് എന്തായാലും ഇന്ന് ഭഗവാനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കയറുന്നത് കേട്ടോ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ കയറിയപ്പോഴത്തേക്കും കണ്ണ് തള്ളിയെന്ന് വേണം പറയാൻ. കാരണം ക്യൂ കണ്ടിട്ട് നമ്മൾ അയ്യോ ഇന്നിപ്പോൾ പോയത് തന്നെ കണ്ടിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് അതുവഴി ചുറ്റി ഒന്ന് കറങ്ങി പ്രാർത്ഥിച്ചിട്ട് നമ്മളിങ്ങ് ഇറങ്ങാം എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ കയറിയത്. പക്ഷേ ഗൈസ്, ഒരു തവണ ഒന്ന് കറങ്ങി വന്നപ്പോഴത്തേക്കും തന്നെ അവിടെയുള്ള പോലീസുകാരും തിരുമേനിമാരൊക്കെ നമ്മളെ വേഗം വായോ എന്ന് വിളിക്കണം. അപ്പം നമ്മളെപ്പോലെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ അങ്ങായിട്ട്. ബാക്കിയുള്ളവരൊക്കെ തൊഴുത് ഇറങ്ങി എന്നുള്ളതാണ്. അപ്പോൾ നട അടയ്ക്കാറായി, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ട് തൊഴുതിട്ട് വേണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ശരിക്കും അത്രയും ആഗ്രഹിച്ചാണ് ഞാൻ പോകുന്നത് ഗൈസ്. കാര്യം ഞാൻ എൻ്റെ കുഞ്ഞിലേ കണ്ട് പോയിട്ടുള്ളൂ, അതെനിക്ക് ഓർമ്മ കൂടിയില്ല. അപ്പോൾ അത്രയും ആഗ്രഹിച്ച് പോയിട്ട് അപ്പോൾ തൊഴുവാൻ പറ്റില്ല എന്നൊക്കെ കേട്ട് ഭയങ്കര ഡെസ്പായിട്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ ഒരു വിളി. അങ്ങനെ നമ്മളെല്ലാവരും ഓടിച്ചെന്ന് ഒരു നോക്ക് ഭഗവാനെ കണ്ടു കേട്ടോ. ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞ് നട അടച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് നിർത്തില്ല, പുറത്ത് ക്ഷേത്രത്തിൻ്റെ ചുറ്റിനും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിൽക്കാവുന്നതാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ 4 പേരും കൂടി ചുറ്റിനും നടന്നു പോവേ നമുക്ക് ഈ പണ്ടത്തെ കാലത്ത് കൊട്ടാരങ്ങളിലൊക്കെ ആയാലും കച്ചേരിയൊക്കെ നടത്താൻ പറ്റുന്ന രീതിയിൽ ഗോപുരങ്ങൾ കാണില്ലേ, അതുപോലത്തെ സ്ഥലം. നമ്മൾ 4 കൂടി അവിടെ സ്ഥലം പിടിച്ചു. പിന്നെ നോക്കിയപ്പോൾ ആ ആംബിയൻസിനൊത്ത് കുറച്ച് ഡിവോഷണൽ സോങ്സ് ഒക്കെ അങ്ങ് പാടി കഴിച്ചു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസുകളിൽ ഒന്നായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ. കാര്യം അവിടെ വർക്ക് ചെയ്യുന്നവരായാലും അല്ലെന്നുണ്ടെങ്കിൽ പോലീസുകാരായാലും അവിടെ പ്രാർത്ഥിക്കാൻ വന്ന ആൾക്കാരായാലും ഒക്കെ കൂടി കേട്ടോ. അവിടെ എല്ലാവരും നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ കുറേ നേരം കുറേ പാട്ടൊക്കെ പാടി എല്ലാവരും നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും സമയം 1 മണി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും തിരിച്ച് വീട്ടിലെത്തണമല്ലോ ഓൺ ടൈം. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങാൻ പോയപ്പോഴത്തേക്കും ഒരു പോലീസ് അങ്കിൾ വന്നിട്ട് പറഞ്ഞു കഴിക്കുന്നില്ലേന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ചോദിച്ചു കഴിക്കാൻ. പറഞ്ഞ അന്നദാനം ഉണ്ട്, കഴിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു. അയ്യോ, അത് കേട്ടപ്പോഴത്തേക്കും വീണ്ടും സന്തോഷമായി. അങ്ങനെ അന്നദാനം കഴിക്കാമെന്ന് പറഞ്ഞ് പോയി നിന്ന സമയത്ത് നമുക്ക് 4 അമ്മമാരെ കിട്ടി. അത് വെച്ചാൽ അവർ 4 പേരും ഫ്രണ്ട്സാണ്. അവർ ഫ്രണ്ട്സ് ചേർന്ന് വന്നിരിക്കുകയാണ് നമ്മളെപ്പോലെ തന്നെ. അങ്ങനെ അവരുമായിട്ട് നല്ല കമ്പനി ആയിട്ടാ. അങ്ങനെ അന്നദാനമൊക്കെ കഴിച്ച് വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു ഭയങ്കര സന്തോഷത്തോടെ നമ്മൾ തിരിച്ചിറങ്ങി കേട്ടോ. അയ്യോ, ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫിൽ മറക്കാത്ത കുറച്ച് സംഭവങ്ങളായിരുന്നു ആ ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് നടന്നത്. അതുകൊണ്ട് തന്നെ അതങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല. അത്രയേറെ കൊതിച്ചായിരുന്നു ഞാൻ ആ ക്ഷേത്രത്തിൽ പോയതും. ആൻഡ് ഗൈസ്, നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പോയത് ആ ഉത്സവ സമയത്തായിരുന്നു. അതായത് പൈങ്കുനി ഉത്സവ സമയത്തായിരുന്നല്ലോ നമ്മൾ പോയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ പഞ്ചപാണ്ഡവരുടെ പ്രതിമയൊക്കെ പണിത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് സത്യം പറഞ്ഞാൽ ഈ വേനൽക്കാലത്ത് മഴ ലഭിക്കാനായിട്ടാണ് ഇങ്ങനെ ഒരു ആചാരം എന്നാണ് പറയുന്നത് കേട്ടോ. പഞ്ചപാണ്ഡവരുടെ പ്രതിമയാണ്. അത് ഏകദേശം ഒരു 6 മുതൽ 30 അടിയോളം ഉയരം ഉണ്ടാവും ഒരെണ്ണത്തിന് തന്നെ. അപ്പോൾ നല്ല രസമായിരുന്നു അതൊക്കെ കൂടി കാണാനൊക്കെ. ഈ വെയിൽ മാത്രമായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു പ്രശ്നമായിട്ട് തോന്നിയത്. നല്ല വെയിലായിരുന്നു. മാത്രമല്ല ഈ സാരിയും കൂടെയൊക്കെ ആയപ്പോഴത്തേക്കും ചൂടെടുത്ത് മനുഷ്യൻ്റെ
ആകപ്പാട് വന്നു ഗൈസ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു തണലത്തൊന്ന് ഇരുന്നാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്ലാനിൽ തന്നെ വേറൊരു സ്ഥലവും കൂടി ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പോകണം എന്നുണ്ടായിരുന്നു. മറ്റേ കുതിരമാളിക പാലസ് എന്നാണ് പറയുക. പ്ലാനിലുണ്ടായിരുന്നെങ്കിലും ആ ഒരു മാനസികാവസ്ഥ അങ്ങോട്ട് സമ്മതിച്ചില്ല. എനിക്ക് എത്രയും വേഗം വീട്ടിലെത്തിയാൽ മതി എന്നായിരുന്നു അവസ്ഥ കേട്ടോ. അതുകൊണ്ട് തന്നെ നേരെ കണ്ടൊരു ബേക്കറിയിൽ കയറി ഒരു ഷാർജ അങ്ങ് ഓർഡർ ചെയ്തു കേട്ടോ. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു ഓട്ടോയിൽ കയറി തമ്പാനൂർ ഇറങ്ങി നേരെ നമ്മുടെ മഞ്ജിമയുടെ റൂമിലോട്ട് പോവാണ്. ആളവിടെ PG ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരി സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. ആളുടെ റൂം നമ്മൾ അങ്ങ് അഭയ കേന്ദ്രമാക്കി മാറ്റി ഗൈസ്. കുഴഞ്ഞു ഗൈസ്, അളന്നു പോണ നോക്ക് ഗൈസ്. ഉളുപ്പുണ്ടാവും. സത്യം പറഞ്ഞാൽ കൂടെ വന്ന ഗൈഡിന്റെ കൂടെ വന്ന വേറൊരുത്തിയും ഇവളുമാര് രണ്ടും പോകുന്ന പോക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് കൂടെ പിടിക്കാൻ പറ്റുന്നില്ല ആ അവസ്ഥ. അങ്ങനെ നേരെ തമ്പാനൂർ സ്റ്റാൻഡിലെത്തി ഞാൻ വീണ്ടും ഒരു തണുത്ത വെള്ളം വാങ്ങി കുടിച്ചു കേട്ടോ. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പോകാനുള്ള ബസ് വന്നു. നമ്മൾ നേരെ അടുത്ത കണ്ട സീറ്റിൽ തന്നെ ഇരുന്നു കേട്ടോ. പിന്നെ കുറേ അധികം വെള്ളം കുടിച്ചു. എനിക്ക് ദാഹം തീരെ തീരുന്നില്ല. സെറ്റായിരുന്നു. പക്ഷെ വെയിലും ചൂടും കാരണം കുറച്ച് നന്നായിട്ട് അങ്ങ് അലഞ്ഞു. പിന്നെ അതെ തളർന്നു. പിന്നെ എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട്. അറിയില്ല വീട്ടിൽ ചെല്ലുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. പിന്നെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്ഷേത്രത്തിൽ ചെന്നപ്പം അന്നദാനം, അതും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അന്നദാനം കഴിക്കാൻ പറ്റും. നല്ലൊരു ഭാഗ്യമായിട്ട് കാണുന്നു. അവിടെയോ? ഞാനും എല്ലാത്തിനും അവസാനം ഞാനും. അതുപോലെ നമ്മൾ അവിടെ ഇരുന്ന് കുറേ പാട്ട് പാടി അല്ലേ, ഭയങ്കര രസമായിരുന്നു. എന്നാ മോനെ ഇപ്പം നമ്മൾ ക്ഷേത്രത്തിൽ ചെന്നിരുന്ന് കുറേ പാട്ടുകൾ പാടി. അപ്പോൾ അവിടെ നിന്നവരെല്ലാവരും എന്താ പറയുക, നമ്മളെ ഭയങ്കര സപ്പോർട്ട് ചെയ്തു. ഭയങ്കര സന്തോഷം തോന്നി. പിന്നെന്തുണ്ടായിരുന്നു, പിന്നെ ഉള്ളിൽ കയറാൻ പറ്റില്ല എന്നാണ് കയറാൻ പറ്റില്ല എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ എന്താ പറയുക, എന്താ തപ്പുന്നത്, സെർച്ചിങ് ഫോർ. അപ്പം നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ലേ. നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും നമ്മളവിടെ നിന്നപ്പോഴത്തേക്കും ഹായ് കാണിക്കുന്ന ഒരു ഓഡിയൻസ്. അപ്പം നമ്മളവിടെ നിന്നപ്പോഴത്തേക്കും നമ്മളെ ഓടി വിളിക്കുകയായിരുന്നല്ലേ ആൾക്കാർ വേഗം വന്ന് കയറാൻ വേണ്ടി. ഒരു ഉദ്ദേശത്തിന് വേണ്ടി അങ്ങോട്ട്. അതെ അതെ. വെള്ളം കുടിച്ചോ? ഹാപ്പിയാണോ നമ്മുടെ യാത്രയിൽ? ഹാപ്പിയാണ്. അങ്ങനെ ഒരു പോയിന്റ് വരെ എത്തിയപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങി. അഗ്നിയും ദേവും ഒക്കെ വീട്ടിൽ പോയി. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക്. Finally we are back home. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ജ്യോതി മോളുടെ വീട്ടിൽ കൊണ്ടാക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ആളുടെ വീട്ടിലേക്ക് തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവസാനം നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഈ ഒരു അസുലഭ നിമിഷത്തിൽ? ഇപ്പോൾ ഒന്നും പറയാനില്ല. അതെ, സ്പീച്ച്ലെസ്. ഉറങ്ങണം. ഇന്നലത്തെ ദിവസം ഉറങ്ങിയിട്ടില്ലാത്ത കുറച്ച് മനുഷ്യരെ ഞാൻ ഇന്ന് കണ്ടു. സത്യം പറഞ്ഞാൽ ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് ബസ്സിലൊക്കെ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പുള്ളിക്കാരൊന്നും ഉറങ്ങിയിട്ട് കൂടിയില്ല. എങ്ങനെ സാധിക്കുന്നു? അയ്യോ. സോ അങ്ങനെ നമ്മുടെ ടെമ്പിൾ ഡേറ്റ് വ്ലോഗ് ഇവിടെ കഴിയാണ് ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ഹാപ്പി ആൻഡ് പോസിറ്റീവ്. ബൈ.